ബിരിയാണി ആർക്കാണ് ഇഷ്ടമല്ലാത്തത് അല്ലേ? ഇപ്പൊ ഞാൻ ഇന്ന് നമ്മുടെ മലബാർ സൈഡിലൊക്കെ കണ്ടുവരുന്ന ഒരു തരം ബിരിയാണിയുടെ റെസിപ്പി ഇമിറ്റേറ്റ് ചെയ്യാനാണ് ഞാൻ നോക്കുന്നത്. പക്ഷെ എത്രത്തോളം സക്സസ്ഫുൾ ആവും എന്നറിയത്തില്ല. ഏതൊരു ബിരിയാണിയുടെയും ആദ്യത്തെ ഇൻഗ്രീഡിയന്റ് അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഇൻഗ്രീഡിയന്റ് തന്നെയാണ് സവാള മൂപ്പിച്ച് ഒരു ബ്രൗൺ കളറിൽ എടുക്കുക എന്നുള്ളത്. അല്ലെ? അപ്പം നമ്മൾ ആ സവാള മൂപ്പിച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് സവാള അല്ലാത്തത്, അതായത് വഴറ്റാൻ ഇട്ട് കൊടുക്കുക. വഴറ്റി അതൊരു ട്രാൻസ്ലൂസൻറ്റ് കളർ ആകുമ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് ഇറച്ചി ചേർത്ത് കൊടുത്ത് അതിൽ ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം, ഞാൻ രണ്ടാമതാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും മുളകും ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് അത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് ഗരം മസാല ഇട്ട് കൊടുത്ത് തൈരും ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ കാണുന്നത് പോലെ റൈസും സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പൊ റൈസ് അത്യാവശ്യം ഒരു 70% വേവ് ആവുമ്പോഴാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതിന്റെ മുകളിലേക്ക് നമ്മൾ വീണ്ടും ഈ നമ്മുടെ ഗോൾഡൻ കളറിലുള്ള സവാള ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളത് സെറ്റ് ചെയ്ത് അതിന്റെ മണ്ടയ്ക്ക് ഏതെങ്കിലും വെയിറ്റ് വെക്കുക. ഞാനിവിടെ ദം അല്ല ചെയ്തത്. പക്ഷെ ഇവിടെ ബിരിയാണി ഞാൻ ഉണ്ടാക്കിയെടുത്ത സമയത്ത് അവസാനം എത്തിയത് ഇറച്ചിച്ചോറിലേക്കാണ്. ഈ സക്സസ്ഫുള്ളി ഫെയിൽഡ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ഇപ്പോഴത്തെ ഒരു പാട്ട് പോലെ അതൊക്കെ നമുക്ക് തോന്നുന്നുണ്ട്. സക്സസ്ഫുള്ളി ഫെയിൽഡ് ആണ്, പക്ഷെ നല്ല രുചി ഉണ്ടായിരുന്നു. കഴിച്ച എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്തു. അങ്ങനെ ബിരിയാണി കഴിച്ച്, അല്ല ബിരിയാണി അല്ല, ഇറച്ചിച്ചോറ് കഴിച്ചതിന്റെ ക്ഷീണത്തില് ഞാൻ നല്ലൊരു ദിൽക്കുഷും കഴിച്ചു, ഒരു സ്വീറ്റ് ആയിട്ട് ദിൽക്കുഷും കഴിച്ചു.